നമസ്കാരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പീരുമേട് എം.എൽ.എയും മുതിർന്ന CPI നേതാവുമായ വാഴൂർ സോമനെക്കുറിച്ച് നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതിൽ പ്രധാനമായും പലരും ഊന്നി പറഞ്ഞിരുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ജീപ്പിനെ കുറിച്ചാണ്. ഒരുപക്ഷെ കേരളത്തിൽ ജീപ്പ് മാത്രം ഉപയോഗിക്കുന്ന ഒരു MLA എന്ന നിലയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഫേസ്ബുക്കിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമായ ഡോക്ടർ R. രാംകുമാർ ഇട്ട ഒരു പോസ്റ്റ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. വാഴൂർ സോമൻ അദ്ദേഹത്തിൻ്റെ ചിരകാല സുഹൃത്തായിരുന്നു. വാഴൂർ സോമനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും അറിയാൻ പാടില്ലാത്ത മേഖലകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നു. വാഴൂർ സോമൻ മോസ്കോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്ന് ഡോക്ടർ രാംകുമാറുമായുള്ള സംഭാഷണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. അവിടുത്തെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹം ഒരു ദിവസം ഡോക്ടർ രാംകുമാറിനോട് ചോദിച്ചത്, എൻ്റെ പഴയ റൂംമേറ്റും സഹപാഠിയുമായിരുന്ന വ്യക്തി ആരെന്നറിയാമോ എന്നായിരുന്നു. അതിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, മറ്റാരുമല്ല ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡൻ്റായ ലുല ഡിസിൽവ. ലുല ഡിസിൽവയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും ശക്തനായ പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടിയ ഒരു പ്രസിഡന്റാണ് ലുല ഡിസിൽവ. ഞാൻ വേണമെങ്കിൽ നരേന്ദ്രമോദിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കും, അതല്ലാതെ ട്രംപിനോട് സംസാരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയാനുള്ള ആർജവും തൻ്റെടവും കാട്ടിയ ഒരു നേതാവാണ് ഡിസിൽവ. അദ്ദേഹം വാഴൂർ സോമൻ്റെ സഹപാഠിയും ഹോസ്റ്റൽ മേറ്റുമായിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്തയാണ്. മാത്രമല്ല, വാഴൂർ സോമൻ ഡോക്ടർ രാംകുമാറിനോട് അന്ന് വെളിപ്പെടുത്തിയത് ലുല ഡിസിൽവ ബ്രസീൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്ക് തന്നെയും ക്ഷണിച്ചിരുന്നു എന്നാണ്. പഴയ സഹപാഠിയും ഹോസ്റ്റൽ മേറ്റുമായ വാഴൂർ സോമനെ അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വളരെ വികാരപരമായ ഒരു സംഭവമാണ് ഇത്. വാഴൂർ സോമൻ അവിടെ എത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹം കുറച്ച് ദിവസം ബ്രസീലിൽ തങ്ങിയതിന് ശേഷമാണ് മടങ്ങിയെത്തിയത് എന്നും ഡോക്ടർ രാംകുമാർ പറയുന്നുണ്ട്. ബ്രസീലിൽ പോയി അവിടുത്തെ കൃഷി രീതികളെക്കുറിച്ചൊക്കെ തന്നെ പഠിക്കാൻ തനിക്കേറെ ആഗ്രഹമുണ്ട് എന്ന് വാഴൂർ സോമൻ പലപ്പോഴും ഡോക്ടർ രാംകുമാറിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു MLA, ഒരു രാഷ്ട്രീയ നേതാവ് ബ്രസീൽ പോലുള്ള രാജ്യത്തെ പ്രസിഡന്റിൻ്റെ സഹപാഠി ആയിരിക്കുക എന്നുള്ള കാര്യം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഒരുപക്ഷെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അതല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ പങ്കെടുക്കുമ്പോഴൊക്കെ തന്നെ വിളിച്ചു പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. ഈ കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏറെ ആദരിക്കപ്പെട്ടിരുന്ന ട്രേഡ് യൂണിയൻ രംഗത്ത്, തോട്ടത്തൊഴിലാളി മേഖലയിലൊക്കെ തന്നെ ഏറെ ശക്തമായ സാന്നിധ്യമായിരുന്നു വാഴൂർ സോമൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. 70 വയസ്സ് പിന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് MLA ആകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. CPI പോലെയുള്ള ഒരു പാർട്ടിയിൽ അന്നത്തെ കാലത്ത് മിടുക്കരായ ചെറുപ്പക്കാരെയൊക്കെ തന്നെ സോവിയറ്റ് യൂണിയനിൽ, അന്ന് റഷ്യ വിഭജിക്കപ്പെട്ടിട്ടുള്ള USSR ആയിരുന്ന സമയത്ത് റഷ്യയ്ക്ക് CPIയുമായി വളരെ അടുത്ത് നല്ല ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി റഷ്യയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വാഴൂർ സോമനും അവിടെ പോയി പഠിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപാഠിയും ഹോസ്റ്റൽ മേറ്റും എല്ലാമായ ഡിസിൽവ പിന്നീട് ഒരു രാജ്യത്തിൻ്റെ തന്നെ പ്രസിഡൻ്റായി മാറുകയും തൻ്റെ പഴയ സഹപാഠിയെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഒരുമിച്ച് പഠിച്ചവരല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ താമസിച്ചവരൊക്കെ തന്നെ വലിയ പദവികളിലെത്തുമ്പോൾ പിന്നെ ഈ പണ്ട് കൂടെ പഠിച്ചവരെ അല്ലെങ്കിൽ പണ്ട് കൂടെ ജോലി ചെയ്തവരെയൊക്കെ തന്നെ അവഗണിക്കുന്ന ഒരു പതിവുണ്ട്. പിന്നെ എന്നും ഉന്നതന്മാരുമായി സൗഹൃദം സ്ഥാപിക്കാനായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുക. പക്ഷേ ബ്രസീൽ പ്രസിഡൻ്റായ ലുല ഡിസിൽവ അത്തരക്കാരനായിരുന്നില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുമായി ഒരുപക്ഷെ അദ്ദേഹത്തിന് അഭേദ്യമായൊരു സ്നേഹമുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങളിൽ പ്രധാനം, അദ്ദേഹം റഷ്യയിൽ പഠിച്ചിരുന്ന സമയത്ത് വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരായ നിരവധി വിദ്യാർത്ഥികൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു സ്നേഹബന്ധം, അടുപ്പം എന്നും അദ്ദേഹം ഇന്ത്യയോട് നിലനിർത്തിയിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ നരേന്ദ്രമോദിയെ ഫോൺ ചെയ്യും, ട്രംപിനെ വിളിക്കില്ല എന്ന്. അപ്പോൾ അത്രയും തൻ്റേടിയായ, അത്രയും ധീരനായ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ലുല ഡിസിൽവ. അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി കേരളത്തിലെ ഒരു MLA ആണ് എന്നുള്ളത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമായി മാറുമായിരുന്നു. പക്ഷേ നമ്മൾ ആരും ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും ഡോക്ടർ രാംകുമാർ പങ്കുവച്ച ഈ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പലരെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് പലപ്പോഴും അറിയില്ലായിരുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. വാഴൂർ സോമൻ ഒരുപക്ഷെ തോട്ടത്തൊഴിലാളി മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. അവിടെ പ്രവർത്തിച്ചിരുന്ന നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് അദ്ദേഹം ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണെന്ന്, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ സഹപാഠിയായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തായിരുന്നു
ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് വലിയൊരു വാർത്തയായി മാറുമായിരുന്നു. അല്ലെങ്കിൽ ബ്രസീൽ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ ഈ വാർത്ത പുറത്ത് വന്നിരുന്നുവെങ്കിലൊക്കെ തന്നെ അന്ന് വലിയൊരു സംഭവമായി മാറുമായിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരുപക്ഷെ അദ്ദേഹം അതൊക്കെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒപ്പം തന്നെ സ്വകാര്യ ജീവിതം കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന് കരുതിയായിരിക്കും അദ്ദേഹം പങ്കുവയ്ക്കാതിരുന്നത്. ഏതായാലും ഇതൊരു പുതിയ അറിവാണ് നമുക്ക്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരെ പല കാര്യങ്ങളും അറിയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോഴും അവരിൽ പലരും ഉന്നത വിദ്യാഭ്യാസം വിദേശത്തൊക്കെ നേടിയ ആളുകളായിരുന്നു എന്നുള്ള സത്യം ഇപ്പോഴെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വാടൂർ സോമനെ പോലെയുള്ള ഒരാളിന് എന്തുകൊണ്ട് ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ പഠിച്ചതിൻ്റെ കൂടി ഒരു ഗുണമായിരിക്കാൻ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലുല ഡെസിൽവയ്ക്കും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി മാറാൻ പോലും ഉതകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമായിരുന്നിരിക്കണം അന്ന് അദ്ദേഹത്തിന് റഷ്യയിൽ ലഭിച്ചിരുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ.